ഇതൊക്കെ ഒരു കഷ്ടപ്പാടാണോ ഭൈരവിയമ്മേ? ഭൈരവിയമ്മയ്ക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുന്നത് പുണ്യമായിട്ട് കരുതുന്നവളാ ഞാൻ. നിന്നോട് എനിക്ക് ഒറ്റ കാര്യത്തിലെ ദേഷ്യമുള്ളൂ. നീ ഇവിടെ ഉണ്ടെന്നുള്ള വിശ്വാസമായിരുന്നു എനിക്ക്. വിശ്വാസത്തെക്കാൾ ഉപരി എല്ലാം നിയന്ത്രിച്ച് വരുതിയിൽ നിർത്താൻ നിനക്കാവുന്ന ആശ്വാസമായിരുന്നു എനിക്ക്. പക്ഷേ നീ അത് തെറ്റിച്ചു. എന്റെ അവസ്ഥ ഭൈരവിയമ്മയ്ക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടാ. അടുത്തതായി ഈശ്വരമംഗലത്തിന്റെ അധികാര സ്ഥാനത്തേക്ക് വരേണ്ടത് ഞാനാണെന്ന് ഭൈരവിയമ്മ പറയുമെങ്കിലും ആ ഒരു മര്യാദയൊന്നും ഇവിടെ ആർക്കുമില്ല. 2 ആൺതരികൾ ഉണ്ടായിട്ടും 2 പേരുടെയും വിവാഹം നീ ആഗ്രഹിച്ച പോലെ നടത്താൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. 2 ആൺതരികളെന്ന് എങ്ങനെ പറയും ഭൈരവിയമ്മേ? ഗൗതമിന്റെ കാര്യം അറിയാവുന്നതാണല്ലോ. അവൻ ഈശ്വരമംഗലത്തിന്റെ രക്തത്തിന്റെ ഗുണം കാണിക്കണമെന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റുമോ? അവനൊരു ദത്തുപുത്രനാണെങ്കിലും ഉള്ളത് പറയാമല്ലോ. ആ കണ്ണുകൊണ്ട് ഞാൻ ഇന്നേ വരെ അവനെ നോക്കിയിട്ടില്ല. അവന്റെ പെണ്ണിനെയും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷെ അവള് കാണിക്കുന്നതോ? ഞാൻ പറഞ്ഞല്ലോ, ഗൗതം ഈശ്വരമംഗലം കുടുംബത്തിലേതല്ല എന്ന് അവൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ അവൾക്ക് ഈ കുടുംബത്തോട് കൂറു കാണിക്കേണ്ട കാര്യവും ഇല്ലല്ലോ. അതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റുമോ? അവൻ ജീവിക്കുന്നത് ഈശ്വരമംഗലത്തെ സന്തതി എന്ന ലേബലിലാണെങ്കിൽ അവളും ഈ കുടുംബത്തോട് കൂറു കാണിച്ചല്ലേ പറ്റൂ. എനിക്കും ഭൈരവിയമ്മയ്ക്കും അങ്ങനെ ആഗ്രഹിക്കാം. പക്ഷേ ആ നിധിക്ക് അങ്ങനെ തോന്നണമെന്നില്ലല്ലോ. പക്ഷേ ഭൈരവിയമ്മ അവള് പാവാ. ഒരു പ്രത്യേക അഭിനയം അവൾക്ക്. നോക്കിക്കോ, അവളുടെ പെർഫോമൻസ് കണ്ടാലേ ഭൈരവിയമ്മ അതിൽ വീണുപോകും. വാക്കുകളില് തേനും പാലും ഒഴുക്കും. ഒരാളെ കയ്യിലെടുക്കാൻ മിടിക്കുക. എനിക്കും അബദ്ധം പറ്റിയതാ. അബദ്ധം പറ്റിയെന്ന് പറയുമ്പോ നീ പറഞ്ഞു വരുന്നത് നിധി അപകടകാരിയാണെന്നാണോ? അയ്യോ, ഞാനായിട്ട് അങ്ങനെ ഒരു ആരോപണവും നിധിയെ പറ്റി പറയില്ല.